അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുമൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പോവുകയായിരുന്നു. ഞങ്ങൾ ഒരു മലമ്പ്രദേശത്തിലെത്തിയപ്പോൾ ഒരു ഖബർസ്ഥാനിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഖബർസ്ഥാനിൽ താമസിക്കുന്നവരെ, നുരുമ്പി നശിച്ചു പോയവരെ, തനിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ, നിങ്ങളുടെ സ്ഥിതി എന്താണ്? പിന്നീട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സമ്പത്തുകൾ പങ്കിടപ്പെട്ടു, നിങ്ങളുടെ മക്കളെല്ലാം അനാഥരായി, നിങ്ങളുടെ ഭാര്യമാർ മറ്റ് ഭർത്താക്കന്മാരെ സ്വീകരിച്ചു. ഇതാണ് ഇവിടുത്തെ വർത്തമാനം. ഇനി നിങ്ങളുടെ സ്ഥിതികൾ അല്പം കേൾപ്പിക്കൂ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കുമൈൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർക്ക് സംസാരിക്കാനുള്ള അനുവാദം കിട്ടിയിരുന്നുവെങ്കിൽ ആഖിറത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരുക്ക് സാധനം തെക്കുവയാകുന്നു എന്നവർ മറുപടി പറയുമായിരുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട്, അല്ലയോ കുമൈലേ, ഖബർ അമലിൻ്റെ പെട്ടിയാണ്, മരണസമയത്ത് എല്ലാ വൃത്താന്തങ്ങളും വ്യക്തമായി അറിയുന്നതാണ് എന്ന് പറഞ്ഞു. അതായത് പെട്ടിയിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന നന്മയും തിന്മയുമായ അമലുകളെ അവൻ്റെ ഖബറിൽ സൂക്ഷിക്കപ്പെടുന്നതാണ്. അനേകം ഹദീസുകളിലൂടെ ഈ ആശയം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവർത്തികൾ ഒരു നല്ല മനുഷ്യൻ്റെ രൂപത്തിൽ അവന് മനസ്സമാധാനവും സന്തോഷവും നൽകുന്നതായി അവൻ്റെ കൂട്ടത്തിൽ താമസിക്കുകയും അവൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കുകയും ചെയ്യും. അവൻ പ്രവർത്തിക്കുന്ന ദുഷ്കർമ്മങ്ങൾ ഏറ്റവും വികൃതമായ രൂപത്തിൽ ദുർഗന്ധം വമിക്കുന്നതായി അവൻ്റെ കൂട്ടത്തിൽ കഴിയുകയും അത് അവന് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് തഫ്സീർ തിബിരിയിലും മറ്റും വിശദീകരണം നൽകിയിരിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 9-ാം ആയത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. ഒരു ഹദീസിൽ വരുന്നു, മനുഷ്യൻ്റെ കൂട്ടത്തിൽ 3 വസ്തുക്കൾ ഖബർ വരെ പോകുന്നതാണ്. അവൻ്റെ ധനവും കൂടി മയ്യത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഒരു പതിവ് അറബികളുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ചില ആദിവാസികൾക്കിടയിലൊക്കെ അങ്ങനെ പതിവുണ്ട്. അവൻ്റെ കുടുംബാദികൾ, അവൻ്റെ അമലുകൾ, ഇതിൽ ധനവും കുടുംബാദികളും അവനെ ഖബറിൽ അടക്കം ചെയ്ത ശേഷം തിരിച്ചു വരുന്നതും അമലുകൾ അവൻ്റെ കൂട്ടത്തിൽ അവശേഷിക്കുന്നതുമാണ് എന്ന് സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബാക്കളെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാദികൾ, ധനം, അമലുകൾ എന്നിവയുടെയും ഉപമ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു.
സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും എന്നാവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഉപമ ഇപ്രകാരം വിവരിച്ചു കേൾപ്പിക്കുന്നു. ഒരാൾക്ക് 3 സഹോദരന്മാരുണ്ട്. അയാൾ മരിക്കാറായപ്പോൾ അതിൽ ഒന്നാമത്തെ സഹോദരനെ വിളിച്ച്, സഹോദരാ, എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സങ്കടാവസ്ഥ നീ അറിയുന്നുണ്ടല്ലോ. ഈ സന്ദർഭത്തിൽ എനിക്ക് നീ എന്ത് സഹായമാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് സഹതാപം കാണിക്കുകയും നിനക്ക് വേണ്ടുന്ന ചികിത്സകളും സേവനങ്ങളും ചെയ്യുകയും നീ മരണപ്പെട്ടാൽ നിന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എൻ്റെ തോളിലേറ്റി ഖബർസ്ഥാനിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ അടക്കം ചെയ്യുകയും നിന്റെ ഗുണങ്ങളെ പറഞ്ഞു വാഴ്ത്തുകയും ചെയ്യാം. ഈ സഹോദരൻ അവൻ്റെ കൂട്ടുകുടുംബാദികളാണ്. അനന്തരം അവൻ രണ്ടാമത്തെ സഹോദരനെ വിളിച്ച് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. അയാൾ അവനോടെന്താണ് പറയുന്നത്? എൻ്റെയും നിൻ്റെയും ബന്ധം ജീവിതകാലത്ത് മാത്രമാണ്. അതുകൊണ്ട് നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഈ സഹോദരൻ സമ്പത്താണ്. പിന്നീട് അയാൾ മൂന്നാമത്തെ സഹോദരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ചോദിക്കുന്നത്? ഞാനും നീയുമുള്ള ബന്ധമെന്ത്? ഞാൻ രോഗിയാണ്. ഞാൻ മരിച്ചാൽ നീ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയുന്നത്, ഞാൻ ഖബറിൽ നിന്റെ കൂട്ടത്തിലുണ്ടായിരിക്കുകയും നിന്റെ ഏകാന്തതയിൽ മനസ്സിന് ആനന്ദം നൽകുകയും ന്യായവിസ്താരം നടത്തപ്പെടുന്ന ദിവസം നിന്റെ നന്മതിന്മകളെ തൂക്കപ്പെടുമ്പോൾ നന്മകളെ വയ്ക്കുന്ന തട്ടിലിരുന്ന് അതിനെ ഭാരപ്പെടുത്തുന്നതുമാണ്. ഈ സഹോദരനാണ് അവൻ്റെ സൽപ്രവർത്തികൾ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ 3 സഹോദരന്മാരിൽ നിന്നും പ്രയോജനമുണ്ടാകുന്നവൻ ആരാണ്? അപ്പോൾ സഹാബാക്കൾ, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ മൂന്നാമത്തെ സഹോദരൻ തന്നെയാണ് പ്രയോജനമുള്ളവൻ. ആദ്യം പറഞ്ഞ 2 പേരും പ്രയോജനമില്ലാത്തവരാണ് എന്ന് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: അല്ലാഹു തആല പരിശുദ്ധനാണ്. പരിശുദ്ധമായ മുതലിനെ മാത്രം സ്വീകരിക്കുന്നു. അവൻ തൻ്റെ റസൂലുകളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന മുസ്ലിങ്ങളോടും കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅ്മലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅ്മലൂന അലീം. അല്ലയോ മുർസലുകളെ, പരിശുദ്ധ വസ്തുക്കളിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കണേ, സൽപ്രവർത്തികൾ ചെയ്യുകയും വേണം. നിശ്ചയമായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാണ്. വീണ്ടും അല്ലാഹു കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. അല്ലയോ വിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയ പരിശുദ്ധമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണേ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണ്. അവൻ നീണ്ട യാത്ര ചെയ്ത് പാറിപ്പറന്ന മുടികളും മുഷിഞ്ഞു പൊടിഞ്ഞ വസ്ത്രങ്ങളുമായി 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവൻ്റെ ഭക്ഷണവും പാനീയവും വസ്ത്രവുമെല്ലാം ഹറാമായതാണ്. എപ്പോഴും ഹറാമിൽ തന്നെ വ്യാപൃതനായിരിക്കുന്നവൻ്റെ ദുആ എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? യാത്രക്കാരൻ്റെ ദുആ കബൂലാക്കപ്പെടുന്നതാണെങ്കിലും ഹറാമായ ഭക്ഷണപാനീയങ്ങളും പുടവകളും അവനിൽ ഉണ്ടായിരുന്നതിനാൽ അവൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. മുസ്ലിമീങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ജനങ്ങൾ ചിന്തിക്കാറുണ്ട്. ഈ ഹദീസ് കൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അനുമാനിക്കാവുന്നതാണ്. എന്നാൽ അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ചിലപ്പോൾ കാഫിറിൻ്റെ പ്രാർത്ഥനയും സ്വീകരിച്ചാമെന്നിരിക്കെ പാപിയായ മുഅ്മിനിൻ്റെ ദുആയും സ്വീകരിച്ചേക്കാം. എന്നാൽ സൂക്ഷ്മതയോടെയുള്ള മുത്തക്കിയുടെ ദുആ നിശ്ചയമായും സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മുത്തക്കിങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ജനങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത്. നമ്മുടെ ദുആയും സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ആശിക്കുന്നുണ്ടെങ്കിൽ ഹറാമായ സമ്പത്തിൽ നിന്ന് ഒഴിവായിരിക്കാൻ പ്രത്യേകം ഗൗനിക്കേണ്ടത് അത്യാവശ്യമാണ്
എന്നാൽ എൻ്റെ ദുആ സ്വീകരിക്കപ്പെടേണ്ട എന്ന് ആശിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടാകുമോ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ ഭരണകാലത്ത് ബഹ്റൈൻ എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് കസ്തൂരി കൊണ്ടുവന്നിരിക്കുന്നു തൻ്റെ കൊട്ടാരത്തിൽ. അത് തൂക്കി പങ്കിടുവാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹ ഞാൻ തൂക്കിക്കൊടുക്കാം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് മൗനമായിരുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ഇത് ഞാൻ മുസ്ലിമീങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും തൂക്കിത്തരാമോ എന്ന് ചോദിച്ചു. പിന്നീടും ആ ശ്രീരത്നം ഞാൻ തൂക്കിത്തരാം എന്ന് പറഞ്ഞപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടാതെ ഇരിക്കുകയാണ്. മൂന്നാം പ്രാവശ്യം ഇപ്രകാരം തന്നെ ചോദ്യോത്തരമുണ്ടായപ്പോൾ നീ നിന്റെ കൈകൊണ്ട് ഇതെടുത്ത് ത്രാസിൽ വെക്കുമ്പോൾ നിന്റെ കയ്യിൽ അതിൻ്റെ സുഗന്ധമുണ്ടാവുകയും അത് നിന്റെ ശരീരത്തിൽ പുരട്ടുകയും ചെയ്താൽ അത്രയും ഭാഗം എൻ്റെ ഓഹരിയിൽ കൂടുതലായി വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് പരിപൂർണമായ സൂക്ഷ്മതയും തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തുന്നതിൽ നിന്ന് തന്നെ ഒഴിച്ചു നിർത്തലുമാണ്. അല്ലെങ്കിൽ കസ്തൂരി ആര് തൂക്കിയാലും അതിൻ്റെ വാസന അയാളുടെ കയ്യിൽ പുരളാതിരിക്കില്ല. അതുകൊണ്ട് ശറയിൽ അത് അനുവദനീയമാണെന്നതിൽ സംശയവുമില്ല. എങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയിൽ അത് ഉണ്ടാകുന്നതിന് സമ്മതിച്ചില്ലല്ലോ. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ സംഭവം വളരെ വ്യക്തമായി ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഒരിക്കൽ കസ്തൂരി വീതിച്ചു കൊടുക്കുന്നതിനായി തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ കസ്തൂരിയുടെ പ്രയോജനം അതിൻ്റെ സുഗന്ധം ശ്വസിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മൂക്ക് പൊത്തിക്കളഞ്ഞു. ഇതായിരുന്നു നമ്മുടെ നേതാക്കളായ സ്വഹാബാക്കള്, അതുപോലെ തന്നെയായിരുന്നു താബീങ്ങള് റളിയല്ലാഹു അൻഹും തുടങ്ങിയവരുടെ സൂക്ഷ്മത. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഒരാളെ ഒരു നാടിൻ്റെ ഗവർണറായി നിശ്ചയിക്കുകയാണ്. അയാൾ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ ഭരണകാലത്തും ആ സ്ഥലത്ത് ഗവർണറായിരുന്നു എന്ന് ആരോ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അയാളെ അദ്ദേഹം ആ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തു. ഞാൻ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ അടുക്കൽ വളരെ കുറച്ചു കാലം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ എന്ന് അയാൾ അറിയിച്ചപ്പോൾ ചീത്തയാകുന്നതിന് നീ ഒരു ദിവസമോ അതിലും കുറഞ്ഞ സമയമോ അയാളുടെ കൂട്ടത്തിൽ സഹവസിച്ചാൽ തന്നെ മതിയെന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം സഹവാസം കൊണ്ട് മനുഷ്യനിൽ ചില ഗുണങ്ങൾ ഉണ്ടായിത്തീരുമെന്നുള്ളതാണ്. ഒരുവൻ ഭക്തരായ മുത്തക്കീങ്ങളുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അവൻ അറിയാത്ത നിലയിൽ തന്നെ അവനിൽ തഖ്വയുണ്ടാകുന്നു. അതേ രീതിയിൽ ദുഷ്ടന്മാരുമായി സഹവസിച്ചാൽ അതിൻ്റെതായ ഗുണവും അവനിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നത്. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടുള്ള സഹവാസം കൊണ്ടും മനുഷ്യനിൽ ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒട്ടകം, കുതിര ഇവകളെ വളർത്തുന്നവരിൽ അഹംഭാവവും നാട്യവും, ആടിനെ വളർത്തുന്നവരിൽ വിനയവും സാധുത്വവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. സ്വാലിഹീങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നവൻ കസ്തൂരി കച്ചവടക്കാരൻ്റെ അടുക്കൽ ഇരിക്കുന്നവനെ പോലെയാണ്. അവന് കസ്തൂരി കിട്ടിയില്ലെങ്കിലും അതിൻ്റെ സുഗന്ധം ശ്വസിച്ച് ആനന്ദിക്കുവാൻ സാധിക്കും. ദുഷിച്ച ആളുകളുടെ കൂട്ടത്തിൽ സഹവസിക്കുന്നവൻ ഉലവൂതിക്കൊണ്ടിരിക്കുന്ന കൊല്ലൻ്റെ അടുക്കൽ ഇരിക്കുന്നവനെ പോലെയാണ്. അവൻ്റെ ദേഹത്ത് തീപ്പരി വീണില്ലെങ്കിലും അതിൻ്റെ പുക അവൻ്റെ ഉള്ളിൽ കയറാതിരിക്കില്ല എന്ന് മറ്റൊരു ഹദീസിലും നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു
തക്കുവ കൈമുതലാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏറെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.